അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് താരീഖ് വിഷയത്തിൽ നിന്നുള്ള കൊല്ലപരീക്ഷ, അതായത് വാർഷിക പരീക്ഷയ്ക്ക് വന്ന കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷ എഴുതുക, അതുപോലെ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ പഴയ ചോദ്യങ്ങൾ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്ന്, യോജിച്ചവ ചേർക്കാം. പ്രവർത്തനം ഒന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് താഴത്തെ ഏത് വരിയുമായി യോജിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് എഴുതുക. ഒന്ന്, നീനുവ നിവാസിയാണ്. നീനുവക്കാരനായ ഒരാളാണ് ആര്? ബ്രാക്കറ്റിൽ കാണാം, അദ്ദാസ്. ഒരു ക്രൈസ്തവനായിരുന്നു. 2, 5 വഖ്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത്. എന്നാണ് 5 വഖ്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത്? അത് മിഅ്റാജ് രാത്രിയിലാണ്. നബി തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് മിഅ്റാജ് രാത്രിയിലാണ് 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. 3, മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾ. മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്ക് പറയുന്ന പേര് മുഹാജിറുകൾ എന്നാണ്. മുഹാജിറുകൾ ഹിജ്റ കൊണ്ട് മഹത്വമാക്കപ്പെട്ടവരാണ്. മാറിപ്പോരുത്. ആരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ പാഠഭാഗത്തിലുണ്ട് ഉത്തരം. 4, നുസ്രത്ത് കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ. ഈ 2 ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നുസ്രത്ത് കൊണ്ട്, അതായത് സഹായിക്കൽ കൊണ്ട് അതിമഹത്തായ സ്ഥാനം കൈവരിച്ച ആളുകൾക്കാണ് എന്ത് പറയുക? അൻസാറുകൾ എന്ന് പറയുക. ഈ മുഹാജിരിങ്ങളായ സ്വഹാബികളെ സഹായിച്ച ആളുകൾക്കാണ് അൻസാറുകൾ എന്ന് പറയുക. ആരാണ് അൻസാറുകൾ എന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം. മുഹാജിരിങ്ങളെ സഹായിച്ചവരാണ് അൻസാറുകൾ. അപ്പോൾ ആരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നവരാണ് മുഹാജിറുകൾ. മക്കത്തെ എല്ലാ സുഖങ്ങളും സ്വത്തുകളൊക്കെ വിട്ടെറിഞ്ഞ് അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോന്നു. ഇനി 5, ഫലസ്തീനിലാണ്. ഫലസ്തീനിലുള്ള എന്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫലസ്തീനിലാണ്. ആ പള്ളി ഏതാണ്? മസ്ജിദുൽ അഖ്സയാണത് കേട്ടോ. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ പണിതുയർത്തിയ പള്ളിയാണ്. ആ പള്ളിക്ക് പറയുന്ന പേര് മസ്ജിദുൻ നബവി. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം എഴുതാം എന്നുള്ളത്. ഓരോ ചോദ്യത്തിനും ഈ 2 ഉദാഹരണം എഴുതാം. 1, മദീനയുടെ വിവിധ പേരുകൾ. മദീനക്ക് പല പേരുകളുണ്ട്. ഏതൊക്കെയാണത്? 2 പേര് എഴുതുക. ത്വാബ എന്നും ത്വയ്ബ എന്നും പേരുണ്ട്. 2 എഴുതണം കേട്ടോ, പഠിക്കും വേണം. 2, ദാറുൻ നദ്വയിൽ വെച്ച് ശത്രുക്കൾ എടുത്ത തീരുമാനങ്ങൾ. അവർ യോഗം ചേർന്നത് ദാറുൻ നദ്വയിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായിരുന്നു അന്നെടുത്ത ആ തീരുമാനം? ഉത്തരതാണ് ഓരോ കുടുംബത്തിൽ നിന്നും ശക്തരായ യുവാക്കളെ തിരഞ്ഞെടുക്കുക. അതൊന്ന്. 2, അവർ ആയുധങ്ങളുമായി രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുക. അതാണ് 2ാമത്തെ തീരുമാനം. 3ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചേർന്ന് കൊലപ്പെടുത്തുക. ഇതായിരുന്നു ദാറുൻ നദ്വയിൽ ശത്രുക്കൾ യോഗം ചേർന്നിട്ട് എടുത്ത തീരുമാനം. ഇനി അപ്പോൾ അവിടെ നന്നായി ശ്രദ്ധിക്കണം. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാം. പ്രവർത്തനം 3, പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. നുബുവത്തിൻ്റെ 11ാം കൊല്ലം
മദീനയിലെ ഖസറജ് ഗോത്രക്കാരായ ഡാഷ്. ഒന്നാം അഖബ, രണ്ടാം അഖബ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ആ പാഠവുമായി ബന്ധപ്പെട്ട വരിയാണിത്. പൂരിപ്പിച്ചു കൊടുക്കാം. നുബുവത്തിൻ്റെ 11-ാം കൊല്ലം മദീനയിലെ ഖസറജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തി. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇസ്റാവും മിഅ്റാജും. 3. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത ഡാഷ്. ഇത് നമുക്ക് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത ജീവിയാണ് ബുറാഖ്. അതായത് മൃഗമാണ് കേട്ടോ. ഒരു അത്ഭുത മൃഗമാണ് ബുറാഖ്. ഇനി അടുത്തത് വ്യക്തമാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. 1. മുനാജാത്ത്. എന്താണ് മുനാജാത്ത് എന്ന് പറഞ്ഞാൽ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, പഠിച്ചു വെക്കുക. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് എന്ത് പറയുക? മുനാജാത്ത് എന്ന് പറയുക. ഇനി 2. രണ്ടാം അഖബ ഉടമ്പടി നടന്ന സ്ഥലം ഏത് സ്ഥലത്ത് വെച്ചാണ്? ഉത്തരം: ജംറത്തുൽ അഖബയുടെ അടുത്ത് വെച്ച്. 3. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ. ഇത് നമ്മുടെ 1-ാമത്തെ പാഠത്തിലുള്ളതാണ്. അപ്പോൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള പാഠങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും കേട്ടോ. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ കുട്ടികളിൽ നിന്ന്, അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന്, അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ ചോദ്യം വരും ആരൊക്കെയാണെന്ന്. ഇനി അടുത്ത പ്രവർത്തനം. ഇത് ആരോട് പറഞ്ഞതാണ്? ഈ പറയുന്ന വരി ആരോട് പറഞ്ഞതാണെന്ന് എഴുതി കൊടുക്കുക. വ്യസനിക്കേണ്ട, നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, വ്യസനിക്കേണ്ട, നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അവർ ഗുഹയിൽ ഒളിച്ച സമയത്ത് ശത്രുക്കൾ അവരെ കാണുമോ എന്ന് ഭയന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്, അവർ നമ്മളെ കാണുമോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ്. 2. അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു. ഇത് ആരോട് പറഞ്ഞു? ഇത് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല, കാരണം ചെറിയൊരു വാക്കായതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരില്ല. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാണ്. അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. ഇനി ഉത്തരം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ജുമുഅ എവിടെയായിരുന്നു? ആദ്യത്തെ ജുമുഅ എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചത്? ഇത് പറയുന്നത് അവസാനത്തെ നമ്മുടെ പാഠത്തിൻ്റെ മുമ്പുള്ള പാഠമുണ്ട്, മദീനയുടെ വെളിച്ചം. അത് ബത്നുൽ വാദിലെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. 2. മദീനയിലേക്കുള്ള ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴികാട്ടി ആരായിരുന്നു? ആ സ്വഹാബിയുടെ പേര് അബ്ദുല്ലാഹിബിനു അരീഖത ദുഅലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 3. ദാറുൻ നദവയിലെ യോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വധം, അതായത് നബി തങ്ങളെ വധിക്കുക എന്നതാണ്. 4. മദീനക്കാരായ 70 പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ്? നുബുവത്തിൻ്റെ 13-ാം കൊല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക്
പോയ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് നബി തങ്ങൾ ത്വായിഫിലേക്ക് യാത്ര പോയത്? അതിൻ്റെ ഉദ്ദേശം അടുത്ത കുടുംബക്കാരായ നബി തങ്ങളുടെ അടുത്ത കുടുംബക്കാരായ ബന്ധുക്കളെ, ബനു സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലായിരുന്നു നബി തങ്ങളുടെ ഉദ്ദേശം. അതുപോലെ അവരോട് സഹായം തേടലും. എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളായ ബനു സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലുമായിരുന്നു ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.